പല സ്വഭാവങ്ങളില്ല. ചില മനുഷ്യരെക്കുറിച്ച് പറയാം ബഹുമുഖ പ്രതിഭ, ഓരോ സ്ഥലത്തും ഓരോ മുഖമാണ് കാണിക്കുക. ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ. അത് ലഗിയോൻ ബാധയാണ്. ലഗിയോൻ. അപ്പോൾ നിന്റെ ലഗിയോൻ. അപ്പോൾ നമ്മൾ ഈ സ്വഭാവമുണ്ടോ? ഇവിടെ നിന്നും രാവിലെ കോട്ടയത്തിന് പോകുന്നു, ഒരു ധ്യാനം കൂടാൻ വേണ്ടി. കോട്ടയത്ത് അന്തോണിസ് പുണ്യാളിന് നൊവേന കൂടാൻ വേണ്ടി രാവിലെ പോവുക. വണ്ടിയെ കയറുമ്പം കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു ടിക്കറ്റ്. സത്യസന്ധരായ ആളാണ് പറയണം 5 ടിക്കറ്റ്. കണ്ടക്ടർ ചോദിക്കും ഒരാളും ഒരു സഞ്ചിയേ ഉള്ളൂ, 5 എണ്ണം. ഉടനെ പറയണം കണ്ടാൽ ഒന്നേ ഉള്ളെങ്കിലും 4 എണ്ണം കൂടെയുണ്ട്. 4 സ്വഭാവം അകത്തുണ്ട്. വൈകുന്നേരം തിരിച്ച് അതേ ബസ്സേ വരുമ്പോൾ പഴയ കണ്ടക്ടർ വരും. എന്നിട്ട് പറയും 5 ടിക്കറ്റ് തരട്ടെ? പറയണം വേണ്ട, 1 എണ്ണം മതി. അതെന്താ? 4 എണ്ണത്തെ ഞാൻ കോട്ടയത്ത് ഇറക്കിയിട്ടാണ് വരിക, ഇപ്പം ഞാൻ ഒന്നേ ഉള്ളൂ. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേരാത്ത എന്തെങ്കിലും ഉണ്ടോ അതിനെ എടുത്തു മാറ്റുക, വകഞ്ഞു മാറ്റുക. ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് യേശു ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുക. അതാണ് തിരുവചനം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ വേദപുസ്തകത്തിൽ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ലൂക്കാസ് വിശേഷം 15-ാം അധ്യായം 12 മുതൽ വാക്യങ്ങളിൽ കാണാതെ പോയ ഒരു മോൻ, ധൂർത്തപുത്രൻ. ആ ധൂർത്തപുത്രനിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എന്തെല്ലാമായിരുന്നു ധൂർത്തപുത്രൻ്റെ പ്രത്യേകതകൾ? ഒരു മനുഷ്യനെ പാപം എങ്ങനെ ഇറക്കി കൊണ്ടുപോകുമെന്നും മാനസാന്തരം എങ്ങനെ കയറ്റി കൊണ്ടുവരുമെന്നും പഠിപ്പിക്കുന്ന ഉപമയാണ് ലൂക്കാ 15-ലെ ധൂർത്തപുത്രനും മൂത്തപുത്രനും. എന്തായിരുന്നു ഇളയവനായ മകൻ്റെ ബലഹീനതകൾ? പടിപടിയായി തകർന്നുപോയ ജീവിതമാണ് ധൂർത്തപുത്രൻ്റേത്. പടിപടിയായി 7 സ്റ്റെപ്പുകളിലൂടെയാണ് ധൂർത്തപുത്രൻ തകർന്നു പോയത്. 7 സ്റ്റേജുകളിലൂടെ. ഒന്നാമത്തേത് സ്വന്തം ഇഷ്ടമാണ്. ഏതോ ഒരു പാപത്തിൻ്റെയും ആദ്യത്തെ സ്റ്റേജ് സ്വന്തം ഇഷ്ടം. ചില മനുഷ്യരെ കാണാം, തന്നിഷ്ടം പൊന്നിഷ്ടം, ദൈവേഷ്ടം ബിംബിഷ്ടം എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. സ്വന്തം ഇഷ്ടം മാത്രം. ഭാര്യയുടെയോ മക്കളുടെയോ ഭർത്താവിൻ്റെയോ കാരണവന്മാരുടെയോ ആരുടെയും നോക്കുകയല്ല. ഞാനേ എൻ്റെ ഇഷ്ടം, എൻ്റെ വഴി, എൻ്റെ തോന്നൽ. ഇതാണ് പാപത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ്, തന്നിഷ്ടം. ധൂർത്തപുത്രൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം പോലെ ഞാൻ വീതം മേടിക്കും. ഇത് ഒരു തീരുമാനമാണ്. പാപത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എടുക്കുന്ന തീരുമാനം. എൻ്റെ സൗകര്യം പോലെ ഈ പണം ഞാൻ കൈകാര്യം ചെയ്യും. എൻ്റെ സൗകര്യം പോലെ ഞാൻ വീതം മേടിക്കും. എൻ്റെ സൗകര്യം പോലെ ഈ ശരീരം വിട്ടുകൊടുക്കും. എൻ്റെ സൗകര്യം പോലെ ഈ പണം ഞാൻ ചെലവഴിക്കും. തന്നിഷ്ടം, സ്വന്തം ഇഷ്ടം. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ കുറേ നാൾ ജീവിക്കുമ്പോഴാണ് ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവം നമ്മൾ രൂപപ്പെടും. അതിൻ്റെ പേരാണ് സെൽഫിഷ്നെസ്, സ്വാർത്ഥത. സ്വന്തം ഇഷ്ടം തീരുമാനം, അത് പ്രവൃത്തിയെ കൊണ്ടുവരുന്നതാണ്. വീതം മേടിച്ചു, സ്വാർത്ഥത. അവൻ്റെ ഇഷ്ടം പോലെ ചിന്തിച്ചു, ഇഷ്ടം പോലെ പ്രവർത്തിച്ചു, അവൻ വീതം മേടിച്ചു. 1 സ്വന്തം ഇഷ്ടം, 2 സ്വാർത്ഥത. ഇവിടെ മൂന്നാമതൊരു സ്റ്റേജിലേക്ക് കടക്കുന്നു. പാപം ലക്ഷ്യം തെറ്റലാണ്, സന്നിധി വിട്ടു പോകുന്നതാണ്, സാമീപ്യം വിടുന്നതാണ്. അതിന് വിളിക്കുന്ന വാക്ക് അകൽച്ച. അവൻ ദൂരദേശത്തേക്ക് പോയി, അകന്നുപോയി. അകന്നുപോയാൽ അപകടമാണ്. 2 മുറികളിൽ പിണക്കമുള്ള ഭാര്യാഭർത്താക്കന്മാർ കുറേ നാൾ 2 മുറികളിൽ കിടന്നാൽ കുറച്ച് കഴിയുമ്പം ഭർത്താവിനെ അവൾക്ക് വേണ്ടാന്ന് തോന്നും, ഭാര്യയെ അവന് വേണ്ടാന്ന് തോന്നും. അതുകൊണ്ടാണ് പറയുക, എത്ര പിണക്കമുണ്ടെങ്കിലും ഒരു മുറിയിലെ ദമ്പതിമാർ കിടക്കാവൂ. അകൽച്ച മനസ്സിനെ അകറ്റും. മക്കൾ എപ്പോഴും വീട്ടിൽ നിന്ന് അങ്ങ് പോവുക, ഏത് സമയം പുറത്ത്, മിനിമം സമയം വീട്ടിൽ. അവിടെ ഓർക്കണം, മക്കളുടെ തകർച്ച ആരംഭിച്ചു. അകൽച്ച. പറ്റുന്നിടത്തോളം ലേറ്റായിട്ട് വീട്ടിൽ വരിക, പരമാവധി നേരത്തെ ഇറങ്ങുക, ഇതൊക്കെ തിന്മയുടെ അടയാളങ്ങളാണ്. അകൽച്ച. ദൈവാനുഗ്രഹത്താൽ കൊറോണ വൈറസും കോവിഡ്-19 വന്നപ്പം പുറത്തുപോക്കിനൊക്കെ ഒരു പരിമിതി, ഒരു കടിഞ്ഞാൻ വീണിട്ടുണ്ട്. അത് മറ്റൊരു വശം. അകൽച്ച. പള്ളിയിൽ കുറേ നാൾ പോകാതിരുന്നാൽ പിന്നെ പോകണ്ടെന്ന് തോന്നും. കുമ്പസാരിക്കുമ്പം പാപം പറയാനില്ല, കാരണം പാപബോധം നഷ്ടപ്പെട്ടു പോയ കല്ലുകളായി മാറി. ഓൺലൈനിൽ ഒരു കുർബാന കണ്ടു ഒപ്പിച്ചു അങ്ങ് പോയാൽ മതി, ആ രീതിയിൽ ചിന്തിക്കും. അപ്പം പാപമെന്ന് പറയുന്നത് ഒരു അകൽച്ചയാണ്. 4
പാപം സുഖലോലുപതയാണ്. പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ സുഖലോലുപത തേടും. സ്വന്തം ഇഷ്ടത്തിലും സ്വാർത്ഥതയിലും ജീവിച്ച് ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന് അവൻ പിന്നെ വേറെ ആബ്സെൻ്റ് ആകേണ്ട സ്ഥലത്ത് പ്രസൻ്റായിട്ട് അവൻ കണ്ടുപിടിക്കും സുഖലോലുപത. കിട്ടിയതെല്ലാം ദൂർത്തടിച്ചു. ഇഷ്ടം പോലെ കള്ളു കുടിച്ച് പണം ദൂർത്തടിക്കാം, കാശ് വെച്ച് ചീട്ട് കളിച്ച് പണം ദൂർത്തടിക്കാം, വസ്ത്രവും ചെരുപ്പും സ്വർണവും മേടിച്ച് ദൂർത്തടിക്കാം, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ മേടിച്ച് നമുക്ക് ദൂർത്തടിക്കാം. പാപം സുഖലോലുപതയാണ്. ആവശ്യമില്ലാത്ത രീതിയിൽ പണം വ്യയം ചെയ്യുന്ന ഒരു സുഖലോലുപത. അവിടെ നമ്മൾ എത്തിച്ചേരുന്നു അഞ്ചാമതൊരു സ്റ്റേജ്. ആ സ്റ്റേജാണ് ആത്മീയ വരൾച്ച. കുറച്ച് ഓടി കഴിയുമ്പം തളരാൻ തുടങ്ങും. ആത്മീയ വരൾച്ച. ആ നാട്ടിൽ ഒരു കഠിനക്ഷാമമുണ്ടായി. ആ നാട്ടിൽ ഒരു കഠിനക്ഷാമമുണ്ടായി. ഏത് നാട്ടിൽ? ഈ ഹൃദയത്തിൽ, ഈ മനസ്സിൽ ഒരു കഠിനക്ഷാമം. ഒന്നിനോടും ഒരു താല്പര്യമില്ല. പിന്നെ രണ്ട് വാക്ക് നാക്കെ മാറി മാറി വരും. ഒന്ന് ഇത്, രണ്ട് ഏതാണ്ട്. എൻ്റെ അച്ഛൻ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ തോന്നുന്നു. ജീവിതത്തിൽ ഇതും ഏതാണ്ടും ഭരണം നടത്തുന്ന സ്റ്റേജ് ആത്മീയ വരൾച്ച. ആത്മീയ ആനന്ദമില്ല, ഒരു ശുഷ്കത, ശൂന്യത, ഒരു വരൾച്ച. അവിടെ നിന്നും ആറാമത് ഒരു സ്റ്റേജിലേക്ക് എത്തും, ആത്മീയ അധപ്പതനം. ആത്മീയ അധപ്പതനം. അപ്പൻ്റെ ഊട്ടുവേശന്ന് പടിയായിട്ട് ഇറങ്ങി അവൻ പന്നിക്കുഴിയിൽ വീണു. ഒരു കാര്യം ഓർത്തോണം, ഒരു കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് കയറി പോയാലേ 4-ാം നിലയിൽ എത്തുകയുള്ളൂ. അല്ല, ലിറ്റിൽ കൂടെ കയറി പോയാലേ 4-ാം നിലയിലെത്തൂ. മുകളിലോട്ട് കയറണമെങ്കിൽ സഹായം ആവശ്യമാണ്. മുകളിലോട്ട് കയറണമെങ്കിൽ കൈപിടിച്ച് കയറണം, അല്ല സ്റ്റെപ്പ് കയറണം, അല്ല ലിഫ്റ്റിൽ കയറണം, ആരെങ്കിലും പിടിച്ച് കൊണ്ടുപോകണം. മുകളിലോട്ട് കയറാൻ അല്പം ബുദ്ധിമുട്ടാണ്, സഹായം വേണം. പക്ഷേ 4-ാം നിലയിൽ എത്തിയിട്ട് ചാകണമെങ്കിൽ ആരുടെയും സഹായം വേണ്ട, ഒറ്റ തീരുമാനം മതി, ചാടിയേക്കാം. മുകളിലോട്ട് പോകണോ? സഹായം വേണം. താഴോട്ട് അധപ്പതിക്കാൻ ഒരു സഹായവും വേണ്ട, ഒറ്റ ചാട്ടം ചാടിയാൽ മതി. ഇതാണ് പാപം എന്നൊക്കെ പറയുക. ആത്മീയ അധപ്പതനം. അവൻ വന്നു പന്നിക്കുഴി വീണു. പന്നി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ജീവി, നികൃഷ്ടമായ ജീവി. അതിന് വേലി വന്നു വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അവൻ്റെ അവസ്ഥ ശോചനീയമായി എന്നാണ്. ഇവിടെയാണ് അവൻ്റെ 7-ാമത്തെ സ്റ്റേജ്, ആത്മീയ തകർച്ച. തവിട് പോലും തിന്നാൻ കിട്ടിയില്ല, ഒരു നന്മ നിറഞ്ഞ മറിയം പോലും ചെല്ലാൻ പറ്റുന്നില്ല, ഒരു സുഖജപം പോലും ചെല്ലാൻ പറ്റുന്നില്ല, ദൈവസാന്നിധ്യ സ്മരണ ഒരു നിമിഷം പോലും ഇല്ല. ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുന്നു. ഇത് ധൂർത്തപുത്രൻ്റെ ഫൈനൽ സ്റ്റേജ്. നമ്മളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പടിപടിയെ എത്താവുന്ന അപജയത്തെയാണ് കാണിക്കുക. സ്വന്തം ഇഷ്ടം, സ്വാർത്ഥത, അകൽച്ച, സുഖലോലുപത, ആത്മീയ വരൾച്ച, ആത്മീയ അധപതനം, ആത്മീയ തകർച്ച. ഇത്രയും വന്നപ്പോൾ 2-ാമതൊരു ഘട്ടത്തിലേക്ക് ദൈവം അവനെ വിളിക്കുകയാണ്. അതാണ് മാനസാന്തരം. മാനസാന്തരത്തിന് 7 സ്റ്റേജുകളുണ്ട്. പാപത്തിന് 7 സ്റ്റെപ്പുകൾ താഴോട്ടെങ്കിൽ മാനസാന്തരത്തിൻ്റെ 7 സ്റ്റെപ്പുകൾ മുകളിലോട്ടാണ്. എന്തെല്ലാമാണ് മാനസാന്തരത്തിൻ്റെ 7 സ്റ്റെപ്പുകൾ? അക്കമിട്ട് ലൂക്കാസ് വിശേഷകൻ നിരത്തുന്നു. 1, മാനസാന്തരത്തിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പാണ് സുബോധം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പാപം ബോധം കെടുന്നതാണ്, ബോധം പോകുന്നതാണ്. ബോധം പോയിട്ട് പല പല അബദ്ധങ്ങളും കാണിക്കും. അവിടെയാണ് സുബോധം ഉണ്ടായി. പന്നിക്കുഴി കിടന്നപ്പോൾ ധൂർത്തപുത്രന് സുബോധം ഉണ്ടായി. ഞാൻ കിടക്കുന്ന സ്ഥലം ശരിയല്ല, ഇവിടെ വിട്ട് പോകേണ്ട ആളാണ് ഞാൻ, ഇവിടെ കിടക്കേണ്ടതല്ല, ഞാനൊരു സമ്പന്നൻ്റെ മോനാണ്. സുബോധം. ഒരു പണക്കാരൻ അപ്പൻ്റെ മോനാ ഞാൻ. സുബോധം. ഞാൻ ഒരച്ഛനാ. സുബോധം. ഞാനൊരു അധ്യാപകനാ. സുബോധം. ഒരു ഡോക്ടറാ, പൊളിറ്റീഷ്യനാ, ബാങ്ക് മാനേജരാ. ജീവിത അവസ്ഥയെക്കുറിച്ച് സുബോധമുള്ളവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ആവശ്യം സുബോധമാണ്. ഇപ്പോൾ ധൂർത്തപുത്രന് സുബോധമുണ്ടായി. സുബോധം ഉണ്ടായപ്പോൾ 2-ാമതൊരു സ്റ്റേജ് ഉണ്ടായി, തീരുമാനം. നല്ല സുബോധം ഉണ്ടാകുമ്പോൾ നല്ല തീരുമാനങ്ങളും ഉണ്ടാവും. എന്താ തീരുമാനം? ഇവിടം വിട്ട് ഞാൻ പോകും, ഒരു തീരുമാനം. ഇവിടം വിട്ട് ഞാൻ പോകും, ഉറച്ച ഒരു തീരുമാനമെടുക്കുന്നു. നമുക്കും വേണം ഈ 8 നോമ്പിൽ ഒരു തീരുമാനം. കാരണം ആയുസ് എത്ര നീളുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തീരുമാനമെടുത്തേ പറ്റൂ.
2000 ആണ്ടിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്ത് വന്നു തുടങ്ങി. എന്തെല്ലാം കാറ്റുകൾ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, ചിക്കൻ ഗുനിയ, ഗില്ലംപാനി, വീണ്ടും നമ്മൾ കാണുന്നു കൊറോണ വൈറസ്, COVID-19 ഇതെല്ലാം അങ്ങ് വന്നു. നമ്മൾ ഒരുപാട് അസ്വസ്ഥരാണ്. ഭൂമികുലുക്കത്തിൻ്റെ കാലം, കുലുങ്ങുന്ന കാലം, ഇതിൻ്റെയൊക്കെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്കൊന്നും ഉറപ്പല്ല നാളെ എന്തെന്ന്. അപ്പം അങ്ങനെയുള്ളിടത്ത് നല്ല തീരുമാനം. ഇപ്പം തന്നെ ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ മുമ്പിൽ കുറേ സഹോദരീ സഹോദരന്മാർ മീഡിയയിൽ ഓൺലൈനിലൂടെ അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന് മരിക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. അച്ഛനായി ഞാൻ വെളിച്ചാനുകളുടെ ബേമയിൽ ചാരി നിന്ന് മരിക്കുന്നു, നിങ്ങൾ ഇരുന്ന് മരിക്കുന്നു. എന്താ മരണം? പുറത്തേക്ക് വിട്ട ശ്വാസം. എന്താണ് ജീവൻ? അകത്തേക്ക് എടുത്ത ശ്വാസം. പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വിളിക്കുന്ന വാക്കാണ് മരണം. അതുകൊണ്ട് കാരണവന്മാർ മരണത്തെ വിളിച്ച വാക്ക് കാറ്റുപോയി എന്നാണ്. ജീവിതം പോയ കാര്യം തിരിച്ച് കയറ്റാൻ പറ്റുന്നതാണ് ഓരോ നിമിഷവും കൊണ്ട്. ഇവിടെയാണ് തീരുമാനം. അത് നീട്ടിവെക്കരുത്. നാളെ എന്ന് നീട്ടിവെക്കരുത്. കാരണം ദൈവത്തിന് എല്ലാം ഇന്നാണ്. ഇന്നലകൾ ദൈവത്തിനില്ല. പഴയ ആകാശം പഴയ ഭൂമി കടന്നുപോയി. നാളെയെക്കുറിച്ചും തമ്പുരാൻ ശ്രദ്ധിക്കുന്നില്ല. ഈ നിമിഷം ജീവിച്ചുകൊള്ളുക. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സെക്കൻഡാണ്. അടുത്ത സെക്കൻഡിൽ അറ്റാക്ക് വന്ന് മരിക്കാം. ഇന്ന്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 5 പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് ഇന്ന്. ഇന്ന് എന്ന വാക്ക് അടുപ്പിച്ച് 5 പ്രാവശ്യം ലൂക്കാ സുവിശേഷത്തിലുണ്ട്. ലൂക്കാ 2:11 നിങ്ങൾക്കായി രക്ഷകൻ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാ 4:21 നിങ്ങൾ കേട്ടിരിക്കുന്ന തിരുവെഴുത്തുകൾ ഇന്ന് നിറവേറിയിരിക്കുന്നു. ലൂക്കാ 19:5 ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കും. ലൂക്കാ 19:9 ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു. ലൂക്കാ 23:43 ഇന്ന് രാത്രി നീ എന്നോടുകൂടി പർദീസയിൽ ആയിരിക്കും. ഇന്ന് ജീവിക്കുക. ഇന്ന് ശ്രമിച്ച വചനം ഇന്ന് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം 1 സുബോധം, 2 ഇന്നെടുക്കുന്ന തീരുമാനം, 3 പശ്ചാത്താപം. എന്താ പശ്ചാത്താപം? പിതാവേ, അങ്ങേക്കെതിരെ സ്വർഗത്തിനെതിരെ പാപം ചെയ്തു. പുത്രനെന്ന് വിളിക്കാൻ യോഗ്യതയില്ല. ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. പിതാവേ, അങ്ങേക്കെതിരെ സ്വർഗത്തിനെതിരെ പാപം ചെയ്തു. പുത്രനെന്ന് വിളിക്കാൻ യോഗ്യതയില്ല. ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇതാണ് പശ്ചാത്താപം എന്ന് പറയുക. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം, തെറ്റിപ്പോയല്ലോ എന്നുള്ള വീണ്ടും വിചാരം, ഇത് വളരെ പ്രധാനപ്പെട്ടതാ മാനസാന്തരത്തിന്. ഏത് ചെറിയ പാപത്തെക്കുറിച്ച് നമ്മൾ അനുദപിക്കണം. അവിടെ 4മതൊരു സ്റ്റേജുണ്ട്. ആ 4മത്തെ സ്റ്റേജാണ് റിട്ടേൺ, തിരിച്ചു പോക്ക്. സുബോധം, തീരുമാനം, പശ്ചാത്താപം, തിരിച്ചു പോക്ക്. ചിന്ത പ്രവൃത്തി കൊണ്ടുവരികയാണ്. നമ്മൾ നാളെ ചെയ്യാവുന്ന ഒന്നും വെച്ചേക്കല്ല. കിട്ടിയ സമയത്ത് നമ്മൾ ചെയ്തോണം. അതാണ് തിരിച്ചു പോക്ക്. ഒരു തെറ്റ് തിരുത്തി നല്ലത് ചെയ്യണമെന്ന് തോന്നിയോ ഇന്ന് തന്നെ അത് ചെയ്യണം. പ്രാർത്ഥന വീട്ടിൽ നിന്ന് പോയി ഇന്ന് തന്നെ ആ പ്രാർത്ഥനയിലേക്ക് തിരിയണം. ബൈബിൾ വായന നിന്നുപോയി ഇന്ന് വീട്ടിൽ ചെന്ന് ഒരധ്യായം ബൈബിൾ വായിക്കണം. ദാനധർമ്മങ്ങൾ തീർന്നുപോയി, ഞാനത് സാവധാനത്തിൽ ചെറിയ ദശാംശങ്ങൾ കൊടുത്തു തുടങ്ങണം. പള്ളിക്കാകാം, അത് പാവങ്ങൾക്കാകാം, ഞാനത് കൊടുത്തു തുടങ്ങണം. ദൈവികമായ വഴികളിൽ നിന്ന് അകന്നകന്നു പോയി നമ്മളിതിലേക്ക് തിരിച്ചു നടക്കണം. ഇതാണ് റിട്ടേൺ, തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു ചെല്ലുമ്പോൾ 5മത് ഒരു സ്റ്റേജുണ്ട്. 5മത്തെ സ്റ്റേജാണ് പുനർസംഗമം. 5മത്തെ സ്റ്റേജാണ് പുനർസംഗമം. എന്താണ് പുനർസംഗമം? ധൂർത്തപുത്രൻ ചെല്ലുമ്പോൾ അപ്പൻ 2 കൈ നീട്ടി മോനെ കാത്തു നിൽക്കുന്നു. പുനർസംഗമം. മനുഷ്യൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം 2 സ്റ്റെപ്പ് വെക്കും. സക്കേവൂസ് കാണാൻ ആഗ്രഹിച്ചപ്പോൾ യേശു ഇറങ്ങി വരും, അവനെ തേടി വരികയാണ്. ധൂർത്തപുത്രൻ പോകാൻ തീരുമാനിച്ചതേ ഉള്ളൂ, അപ്പൻ കയ്യിൽ നീട്ടി വരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ അടുക്കി വച്ചിരിക്കുന്ന വാക്യമാണ് ലൂക്കാ 15:20. ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ.
എന്താണ് ആ ക്രിയകൾ? പിതാവ് ദൂരെ വെച്ച് തന്നെ മകനെ കണ്ട് മനസ്സ് അലിഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൈവസ്നേഹത്തിൻ്റെ തിടുക്കമാണ്. ഞാൻ ദൈവത്തിലേക്ക് തിരിയാൻ മനസ്സ് കാണിക്കുമ്പോൾ ദൈവം രണ്ട് കൈ നീട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരും, എന്നെ നവീകരിക്കും, എന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു. അവിടെയാണ് പുനർസംഗമം. ഇവിടുന്ന് ആറാമതൊരു സ്റ്റേജുണ്ട്. അതാണ് അലങ്കൃതനാവുക എന്നതാണ്. പഴയതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് പുതിയ വസ്ത്രം ധരിപ്പിക്കുക. അലങ്കൃതനായി. പഴയ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. അലങ്കൃതനായി. മാമോദീസായി സ്വീകരിച്ച വെള്ളവസ്ത്രത്തിൽ എങ്ങനെ ചെളിയുടെ കുത്തു വീണു. ഒരു ധ്യാനത്തിലൂടെ, ഒരാത്മശോധനയിലൂടെ ദൈവം കഴുകി വെളുപ്പും വെണ്മയുള്ള വസ്ത്രം തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയും. ഭാഗികമായിട്ടല്ല, പൂർണ്ണമായിട്ട്. ചെല്ല് കുറച്ച് ഉരിഞ്ഞു കളയും. സിഗരറ്റ് വരെ നിർത്തിയാൻ ധ്യാനത്തിൽ തീരുമാനമെടുത്ത ആൾ പറഞ്ഞു, ഇനി വലിയ വിൽസല്ല, ചെറിയ വിൽസേ വലിക്കുന്നുള്ളൂ. അല്പം മാറിയാൽ പോരെ, അല്പം തിരുത്തിയാൽ പോരെ. പാത്ര കച്ചവടക്കാരൻ പോലെ കർത്താവ് കടന്നു വരും. പഴയതെല്ലാം എടുക്കപ്പെടും, പുത്തൻ കൊടുക്കപ്പെടും. പഴയതെല്ലാം എടുക്കപ്പെടും, പുത്തൻ കൊടുക്കപ്പെടും. അതല്ല ദൈവത്തിൻ്റെ തീരുമാനം. അല്പം മെച്ചപ്പെട്ടാൽ പോരല്ലോ. ഒരു സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു UP സ്കൂൾ, അവിടെ എല്ലാവരും കുട്ടികളാണേലും ചീത്ത വിളിച്ച് തമ്മിൽ തെറി വിളിക്കും, ചീത്തവാക്ക് വിളിക്കും. അപ്പോൾ AEO ആ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും സമർത്ഥനായ ഒരാളെ ഹെഡ് മാസ്റ്ററാക്കി ഈ സ്കൂളിലേക്ക് വിട്ടു. 6 മാസം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് അറിയാൻ വേണ്ടി AEO അവിടെ വന്നു. കുഞ്ഞുങ്ങൾ 200 പേരെ ഞാൻ ലൈൻ നിർത്തി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പരിശോധിക്കാൻ വേണ്ടി AEO ചോദിച്ചു, മക്കളെ 5 കൂടെ കൂട്ടിയാൽ എത്രയാ? ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. 5 കൂടെ എത്രയാ? ഒരു കുട്ടി പറഞ്ഞു 9. 5 9. AEOയ്ക്ക് സങ്കടമായി. ഇത്രയും നല്ല സാറിനെ വിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇത്രയും മെച്ചപ്പെട്ടല്ലോ. അപ്പോൾ AEO ഉച്ചയ്ക്ക് ഉണ്ണുമ്പോൾ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, സാറിനെ ഇവിടത്തേക്ക് വിട്ടത് അന്തരീക്ഷം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. 6 മാസമായിട്ടും കുട്ടികൾ ഇത്രയും എത്തിയുള്ളല്ലോ. 5 9. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, എൻ്റെ സാറ് എന്തോ ഒരു മാറ്റമാണിത്. ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം അസംബ്ലിയിൽ ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോനെ 4 എത്രയാ? അവൻ പറഞ്ഞു, സാറിൻ്റെ തന്തയാ. അവൻ പറഞ്ഞ മറുപടി അതാ. ഇത്രയും മാറ്റം വന്നല്ലോ, കുറച്ച് മെച്ചപ്പെട്ടല്ലോ. നമ്മൾ മാനസാന്തരം എന്ന് കണ്ടാൽ അല്പം മെച്ചപ്പെടുക, കുറച്ച് മെച്ചപ്പെടുക. അതല്ലല്ലോ മാനസാന്തരം. ഒരു U-turn, സമ്പൂർണ്ണമായി U-turn. ഇതാണ് മെറ്റനോയിയ, അനുതാപം എന്നൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ജീവിതത്തിൽ പരിപൂർണമായൊരു മാറ്റം, ഒരു സമ്പൂർണ്ണമായ ടേണിംഗായി അതിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ കാണുന്നു, ഒരു അലങ്കൃതനായി മാറുന്നു, ദൈവകൃപകളാൽ അലങ്കൃതരാകുന്നു. അവിടെ 7ാമതൊരു സ്റ്റേജ് ആത്മീയ ആഹ്ലാദം, ആഹ്ലാദാരവം. ഒരു വലിയ മേളം അവിടെ നടക്കുകയാണ്, ഒരു വലിയ മേളം. ആ ഒരു വലിയ മേളത്തിൽ ഒരു വലിയ സന്തോഷം അവിടെ നമ്മൾ കണ്ടെത്തുന്നു. ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യന് ലോകം തരാത്ത ഒരു സമാധാനം കിട്ടും. തമ്പുരാനിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യന് ലോകം തരാത്ത ഒരു വലിയ സമാധാനം ലഭിക്കുകയാണ്. ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുന്ന ഏതോ ഒരു മനുഷ്യനും ഈ ലോകം തരാത്ത ഒരു വലിയ സമാധാനം, ഒരു വലിയ ആനന്ദം, ഒരു വലിയ ആഹ്ലാദത്തിലേക്ക് വന്നു. ഒരു നല്ല ധ്യാനം കൂടി കഴിയുമ്പോൾ ആത്മീയ ആഹ്ലാദമുണ്ട്. ഒരു നല്ല കുമ്പസാരം നടത്തി കഴിയുമ്പോൾ ആത്മീയ ആഹ്ലാദമുണ്ട്. ശാലോം, ഗുഡ്നസ്, ഷെക്കേന ചാനൽ വചനം, തിരുവചനം കേൾക്കുമ്പോൾ, തിരുമണിക്കൂറി കടന്നു പോകുമ്പോൾ, ഭക്തിഗാനങ്ങൾ ശ്രവിക്കുമ്പോൾ ഒരു ആനന്ദമുണ്ട്. ഈ ആനന്ദമാണ് ധൂർത്തപുത്രൻ്റെ ആനന്ദം. അവർ ചെന്നു, ഒരു ആത്മീയ ആഹ്ലാദത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഇതാണ് ധൂർത്തപുത്രൻ. ഇവിടെ മറ്റൊരു മനുഷ്യനും കൂടെയുണ്ട്. അതാണ് മൂത്തപുത്രൻ എന്ന് പറയുന്നയാൾ. മൂത്തപുത്രൻ ഒരു കുട്ടിയോട് ചോദിച്ചു, ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഏറ്റവും വേദനിച്ചതാർക്കാണ്? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഏറ്റവും വേദനിച്ചതാർക്ക്? ഒരു കുട്ടി പറഞ്ഞു, മകനെ നഷ്ടപ്പെട്ട അപ്പന്. വേറൊരു കുട്ടി പറഞ്ഞു, അപ്പനിൽ നിന്ന് അകന്നുപോയ മോന്. മൂന്നാമത്തെ കുട്ടി പറഞ്ഞു, അനിയം വന്നപ്പോഴത്തേക്ക്
ഒരു പരിഗണനയില്ലാതെ പോയ ചേട്ടന് നാലാമത്തെ കുട്ടി പറഞ്ഞു, ഇവർക്കാർക്കുമല്ല, ഏറ്റവും വേദനിച്ചത് കൊഴുത്തെ ആടിനാണ്, അതിനെയല്ലേ കൊന്നത്, അതിനല്ലേ ഏറ്റവും വലിയ വേദന. ഇവിടെ നമ്മൾ കാണുന്നു മൂത്തപുത്രൻ ചില പ്രത്യേകത നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വെളിച്ചിയാനി ഇടവകയിൽ ധൂർത്തപുത്രന്മാരെക്കാൾ കൂടുതൽ മൂത്തപുത്രന്മാരാണ്. എന്താണ് ഈ മൂത്തപുത്രൻ്റെ പ്രത്യേകത? ആര് പള്ളിയിലേക്ക് തിരിച്ചു വന്നാലും ചൊറിഞ്ഞ വർത്താനവും കമന്റും പറഞ്ഞ് മാറി നിൽക്കുന്നവർ. അവൻ അവിടുന്ന് വന്ന ദളിത് ഗ്രൂപ്പിൽ നിന്ന് വന്ന ആളല്ലേ, ഞങ്ങളൊക്കെ ബ്രാഹ്മണ വംശജരാണ്, ഇന്നലെ വരെ ശുദ്ധ ഒഴപ്പൻ, ഇന്നവൻ വന്നിരിക്കുന്നു, ഇന്നലെ വരെ തെമ്മാടി, മാപ്പ് പറയിക്കണം. ഇതാണ് മൂത്തപുത്രൻ്റെ ക്യാരക്ടർ. നമ്മുടെ ഇടവകളിലുമുണ്ട് ഈ മൂത്തപുത്രന്മാർ. അവൻ ആദ്യം ചെയ്തത് എന്താ? അവൻ അകത്ത് കയറാതെ പുറത്തു നിന്നു. അവൻ വീട്ടിൽ കയറാതെ അവൻ പുറത്തു നിന്നു. അപ്പം നിർത്തിയതല്ല, അനിയൻ പറഞ്ഞിട്ടല്ല, ആരും ആജ്ഞാപിച്ചിട്ടുമല്ല, അവൻ സ്വയം പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചു. ചിലപ്പോൾ നമുക്കിടയിലുമുണ്ട് പള്ളിയിൽ നല്ല കാര്യം ചെയ്യാൻ കഴിവുള്ളവരാ. ഇടവകയെ വളർത്താൻ പറ്റും, ഇടവകയുടെ സമസ്ത മേഖലകളെയും വളർത്താൻ പറ്റും, പക്ഷെ ഒന്നിനോടും സ്വീകരിക്കുക, ചുമ്മാ മാറി നിന്ന് കമൻറ്റ് പറയുന്നവർ. മൂത്തപുത്രൻ വെളിച്ചിയാനി ഇടവകയിലുണ്ട്. ചുമ്മാ മാറി നിന്ന് കമൻറ്റ് പറയും. ഏതച്ഛൻ വന്നാലും കമൻറ്റ് പറയുക, ഏത് കൈക്കാരൻ വന്നാലും കമൻറ്റ് പറയുക, ഏത് പാട്ടുപാടിയാലും കമൻറ്റ് പറയുക, എന്ത് നന്നാലും മാറി നിന്ന് കമൻറ്റ് പറയുക. സ്വയം പുറത്ത് നിൽക്കുന്നു, അകത്തേക്ക് വരുന്നില്ല, ഒറ്റയ്ക്ക് നിന്ന് കമൻറ്റ് പറയുന്ന ക്യാരക്ടർ. ഇതായിരുന്നു മൂത്തപുത്രൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുക. രണ്ടാമത് അവൻ്റെ പ്രത്യേകത, അർഹത ഇല്ലാത്തവരിൽ നിന്നും വിവരം ശേഖരിച്ചു. അവൻ അപ്പനോടാ ചോദിക്കണം, എന്നാ അപ്പ ഈ വലിയ ആഘോഷം, എന്താ അപ്പ ഈ ആഘോഷം ചോദിച്ചില്ല. അവൻ ചുമ്മാ പണിക്കാരോട് ചോദിച്ചു. അറിവില്ലാത്ത മനുഷ്യരോട് ചുമ്മാ വിവരം ശേഖരിക്കുക. അർഹതയില്ലാത്തവരിൽ നിന്നും വിവരം ശേഖരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ആ സ്വഭാവം വാട്സപ്പിൽ കാണുന്നതാണ് സത്യം. എന്തോ വാട്സപ്പിൽ കണ്ടു, ഉടനെ അങ്ങ് ഷെയർ ചെയ്യുകയാണ്, സത്യമാണെന്ന് ഓർത്തുകൊണ്ട്. പിന്നീടറിയും ഈ പറഞ്ഞത് കള്ളമാണ്. ഇനി എപ്പോഴും വൈദികരെയും മെത്രാന്മാരെയും സഭയും കൂദാശികളെയും കുറ്റം പറയുന്ന മനുഷ്യരുണ്ട്. അവരുടേത് മാത്രം ലൈക്ക് അടിക്കുക, അതുമാത്രം കാണുക, അതുമാത്രം ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരെ കാണാം, ചീഞ്ഞ സ്വഭാവമുള്ളവർ. അവരെപ്പോഴയക്കുന്നതും നെഗറ്റീവ് റിമാർക്സ് മാത്രമാണ്, അവർ വായിക്കുന്നതും ഇങ്ങനെയുള്ളതാണ്. അർഹതയില്ലാത്തവരിൽ നിന്നും വിവരം ശേഖരിക്കുന്ന രീതി, അർഹതയില്ലാത്തവർ. അതുകൊണ്ടാണ് നമ്മൾ പറയുക, നല്ല പണിയുള്ളവന് കുടിക്കാൻ തംസപ്പ്, ചെറിയ പണിയുള്ളവന് സിപ്പപ്പ്, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിയും കിള്ളിയിരിക്കും, കിട്ടുന്ന പൊട്ടത്തിലെ വല്ല സത്യമാണ് കണ്ട് ഷെയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മനുഷ്യരുണ്ട്. അർഹതയില്ലാത്തവരെന്നും വിവരം ശേഖരിക്കുക. ചില കാര്യം നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കും. ആരെക്കുറിച്ച് പറഞ്ഞു ആ വ്യക്തി അതൊന്നും അറിയുന്നില്ല. പറയുന്ന എനിക്കും പറയുന്ന വിഷയത്തിനും പറയപ്പെടുന്ന മനുഷ്യനും കേൾക്കുന്നവർക്കും ഒരു ഗുണവും ഇല്ലെങ്കിൽ ആ കാര്യം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മൗനം വിദ്വാനുഭൂഷണമെന്ന. അപ്പോൾ ഒന്ന്, സ്വയം പുറത്ത് നിൽക്കുക. രണ്ട്, അർഹതയില്ലാത്തവരിൽ നിന്നും വിവരം ശേഖരിക്കുക. അവൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവൻ സ്വന്തം സഹോദരനെ സഹോദര എന്ന് വിളിക്കുന്നില്ല. ആ ഉപമയിൽ മുഴുവൻ ജ്യേഷ്ഠനും അനുജനും എന്ന വാക്കില്ല. ആ ഉപമയിൽ മുഴുവൻ സഹോദരന്മാരെന്നുള്ള വാക്കില്ല. രണ്ട് മക്കൾ പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് മക്കൾ, രണ്ട് റെയിൽവേ പാളങ്ങൾ പോലെ, പള്ളിയുടെ രണ്ട് തൂണ് പോലെ ഇങ്ങനെ നിൽക്കുന്നു, അകത്ത് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്ന വാക്ക്, നിന്റെ മകൻ, എൻ്റെ അനുജൻ വന്നപ്പോഴെന്നല്ല, നിന്റെ മകൻ വന്നപ്പോൾ നീ എല്ലാം അവന് കൊടുത്തു, എനിക്കൊന്നും തന്നില്ലല്ലോ. അപ്പോൾ അനിയൻ വരുമ്പോഴത്തേക്ക് ജ്യേഷ്ഠന് നഷ്ടം വരിക. നിന്റെ മകൻ എൻ്റെ സഹോദരനെ വിളിക്കേണ്ടതാ. ചിലങ്ങനെയുണ്ടല്ലോ, കാണാതെ പോയൊരു മോൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് സഹോദരങ്ങൾക്ക് ടെൻഷനാണ്. കാരണം സ്വത്തിൻ്റെ വീതത്തിന് വീണ്ടും അവകാശിയായി. 7 പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, COVID-19 കൊറോണ വൈറസ് നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും വരുത്തിയാൽ പറഞ്ഞു, ബുദ്ധിമുട്ട് വരുത്തിയാൽ എന്താ, നിങ്ങളെല്ലാവരെയും കാണും വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നത് ഞാനാണ്. ചോദിച്ചു, വല്ലതും ആടുമാടുകൾ ചത്തൊടങ്ങിയോ? ഇല്ല.
കൃഷി നഷ്ടപ്പെട്ടോ? ഇല്ല. പണത്തിൻ്റെ വരുമാനം കുറഞ്ഞോ? ഇല്ല. പിന്നെ നിനക്ക് എന്താ വലിയ നഷ്ടം വന്നത്? അവൻ പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതിയാണ് ഈ കൊറോണ വൈറസ് മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതെന്താ? ഞാൻ ഒറ്റ മോനായിരുന്നു. കോവിഡ് കാലത്ത് അമ്മ ഒന്നുകൂടെ ഗർഭിണിയായി, എൻ്റെ സ്വത്തിൻ്റെ പകുതി അങ്ങ് പോയി. ഇപ്പം ഒരു മകൻ വരുമ്പോൾ, പുതിയ അവകാശി വരുമ്പോൾ പരാതി പറയുന്ന സ്വഭാവം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നുകൊണ്ട്. ഇവിടെ ദൂതപുത്രൻ പറഞ്ഞു, മൂത്തവൻ പറയുകയാണ്, നിന്റെ മകൻ വന്നിരിക്കുന്നു പറയുന്ന വാക്ക്. ഇപ്പോൾ ഒന്നാമത് സ്വയം പുറത്തു നിന്നു, 2 അവൻ അർഹതയില്ലാത്തതിൽ നിന്നും വിവരം ശേഖരിച്ചു, 3 സ്വന്തം സഹോദരനായി കണ്ടില്ല, നിന്റെ മകൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുക. 4 ഇവൻ കഥകൾ മെനയുന്നവനാ. ഒരിടത്തും പറഞ്ഞിട്ടില്ല ദൂതപുത്രൻ വേശ്യയിലൂടെ പോയെന്ന് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഈ ചേട്ടനാ. എവിടുന്നാ രേഖ? ചുമ്മാ കഥ മെനയുക, ഭാവനയിലെ കഥകൾ മെനയുക. നമുക്കുണ്ടാകും ഭാവനയിൽ കഥകൾ മെനയാം. സത്യമറിയാതെ ചില ആൾക്കാരെ കുറിച്ച് കഥകൾ മെനയുന്ന ജീവിതങ്ങളുണ്ട്. അനിയനെക്കുറിച്ച് ജ്യേഷ്ഠൻ കഥകൾ മെനയുകയാണ്. 5-മത്തെ അവൻ്റെ അപകടം, അവന് ആനന്ദിക്കാൻ പറ്റുന്നില്ല. എന്നാ ഉണ്ടെങ്കിലും ആനന്ദിക്കാൻ പറ്റുന്നില്ല. ചില ജീവിതങ്ങളുണ്ട്, ദൈവം എല്ലാം കൊടുത്താലും ആനന്ദിക്കാൻ പറ്റുന്നില്ല. പിന്നെയും പരാതി, എന്തൊക്കെ കിട്ടിയാലും പിന്നെയും ആവലാതി, പിന്നെയും പരാതി, ആനന്ദിക്കാൻ പറ്റാത്ത ജീവിതങ്ങൾ. നമ്മളൊന്ന് ചിന്തിക്കുക, എനിക്ക് ദൈവം തന്നെ അവസ്ഥയിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ അതോ ആനന്ദിക്കാൻ പറ്റുന്നില്ലേ? നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ത്രാശിൻ്റെ 2 തട്ട് പോലെ. വീടുകളിൽ തട്ടുള്ള ത്രാശം കൊണ്ട് കച്ചവടക്കാർ വരുമ്പോൾ ആ ത്രാശിന് 2 തട്ടുകളാണ്. ഒരു തട്ടിൽ 1 കിലോ കട്ടി, മറ്റേ തട്ടിൽ 1 കിലോ പച്ചക്കറി. രണ്ടും ഒപ്പത്തിനൊപ്പമാണെങ്കിൽ സൂചി കൃത്യമായിട്ട് നിൽക്കും. രണ്ടും തമ്മിൽ അല്പം വ്യത്യാസമുണ്ടെങ്കിൽ ഭാരം കൂടിയെടുത്തോട്ട് തട്ട് താഴും. ജീവിതം ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം 2 തട്ടുള്ള ത്രാശ് പോലെ. നമ്മൾ ഈ പള്ളിയിലിരിക്കുമ്പോഴും വീട്ടിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ജീവിതത്തെ 2 തട്ടേ വെച്ച് നമ്മളെല്ലാവരും ഒന്ന് തൂക്കണം. ഒരു തട്ടിൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായ നൊമ്പരങ്ങൾ, കണ്ണുനീര്, കഷ്ടപ്പാട്, മുറിവുകൾ, വേദനകൾ ഒരു തട്ടിൽ അത് വെക്കുക. മറ്റേ തട്ടിൽ ദൈവം തന്ന ഭർത്താവ്, ഭാര്യ, മക്കൾ, ജോലി, ശമ്പളം, സ്വത്ത്, ജീവിതം, ആരോഗ്യം, സൗന്ദര്യം 2 വെച്ച് തൂക്കണം. നമ്മൾ സത്യസന്ധരാണെങ്കിൽ പറയാൻ പറ്റും, അനുഗ്രഹത്തിൻ്റെ തട്ടിനാണ് മുറിവിൻ്റെ തട്ടിനേക്കാൾ ഭാരം കൂടുതൽ. കൃപയുടെ തട്ടിനാണ് നൊമ്പരത്തിൻ്റെ തട്ടിനേക്കാൾ ഭാരം കൂടുതൽ. നമുക്കത് പറയാൻ പറ്റും. ഇപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന കൃപകൾ, അതിനായിട്ട് നമ്മൾ നന്ദി പറയുക. ഈ മൂത്തപുത്രൻ്റെ ഒരു സ്വഭാവം വീട്ടിൽ പെണ്ണുങ്ങൾക്കുണ്ട്, കെട്ടിയവന്മാർക്കുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്താ പറയുക? തോന്നിയ പോലെയൊക്കെ ജീവിച്ചിട്ടും കഷ്ടപ്പെട്ട് പറയുക, എടീ നിനക്കും പിള്ളേർക്കും വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. മൂത്തപുത്രൻ പറഞ്ഞു, അപ്പന് വേണ്ടി, വീടിന് വേണ്ടി ഞാനിതൊക്കെ ചെയ്തിട്ടും അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ ചെയ്തത് അവന് വേണ്ടിയാണ്. അവന് വേണ്ടി തന്നെ ചെയ്യുന്നവൻ ആരോപണങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. ചില പെണ്ണുങ്ങൾ പറയും, തനിക്കും മക്കൾക്കും വേണ്ടി കഴുതയെ പോലെ വഴുതിട്ടും എന്നോട് ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ പറയുന്നവൾ ഒരിക്കലും ഭർത്താവിനും മക്കൾക്കും വേണ്ടി ചെയ്തിട്ടില്ല. അവൾക്ക് വേണ്ടി തന്നെയാണ്. അവൾക്ക് കയ്യിൽ കിട്ടാൻ വേണ്ടി, അവൾക്ക് പേര് കിട്ടാൻ വേണ്ടി, പ്രശംസ കിട്ടാൻ വേണ്ടിയാ. അല്ലാത്തവരൊന്നും പറയല്ല, ചെയ്തങ്ങ് പോവും. ഇപ്പം മൂത്തപുത്രൻ പറയുകയാണ്, ഇത്രയും നാൾ നിനക്ക് വേണ്ടി, വീടിന് വേണ്ടി അരഞ്ഞിട്ടും നീ ഒരു കോഴിപ്പൂവിനെ പോലും കൊന്നു തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ അതുവരെ ജീവിച്ചത് അവന് വേണ്ടിയാ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റിയല്ല, മൂത്തപുത്രൻ അത്ര മൂത്തിട്ടൊന്നുമില്ല, മൂത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി കുറേ കൂടി എടുക്കും ശരിക്കും മൂക്കാനായിട്ട്. ജീവിതത്തിൽ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു? നമ്മളും മൂത്തപുത്രനെ പോലെ ഈ ആവലാദികളും പരാതികളും പറയുന്ന മനുഷ്യ ജന്മമാണോ നമ്മുടെ ജീവിതം എന്നൊരു ചിന്ത ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. കർത്താവ് വിളിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. മാനസാന്തര സന്ദേശമാണ് ലൂക്കാ 3:4 മുതൽ 6 വരെ വാക്യങ്ങൾ. മാനസാന്തരത്തിൻ്റെ 4 സ്റ്റേജുകൾ. അത് കാണുമ്പോൾ ഈ മണിക്കൂറുകൾ ഇവിടെ അവസാനിക്കുന്നു. മാനസാന്തരത്തിൻ്റെ 4 സ്റ്റേജുകൾ. യൂദയായുടെ മരുഭൂമിയിൽ ദൈവത്തിന് ശക്തമായി വിഴുങ്ങിയ മരുഭൂമിയിലെ ശബ്ദം യോഹന്നാൻ മാഗ്ദാന.
അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് യോഹന്നാൻ 3, ലൂക്കാ 3, 4 മുതൽ 6 വരെ വാക്യങ്ങൾ. 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തെല്ലാമാ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ? 1, കുന്നും മലയും നിരത്തണം. കുന്നും മലയും നിരത്തണം. കുന്ന് എന്നതിൻ്റെ ബൈബിൾ വ്യാഖ്യാനം അഹങ്കാരം. മല എന്നതിൻ്റെ ബൈബിൾ വ്യാഖ്യാനം സ്വയനീതീകരണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ തിരുത്തണം. അഹങ്കാരവും തിരുത്തണം, സ്വയനീതീകരണവും നമ്മൾ തിരുത്തണം. അഹങ്കാരത്തെയും സ്വയനീതീകരണത്തെയും നമ്മൾ തിരുത്തണം. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അഹങ്കാരം. ഒരാൻറ്റി പ്രായമുള്ള അച്ഛൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് അഹങ്കാരമുണ്ട്, അത് അപകടമാണോ? അച്ഛൻ പറഞ്ഞു, മോളെ അഹങ്കാരം അപകടമാണ്. അഹങ്കരിക്കുന്നവർ ദൈവം ചിതറിക്കുമെന്നാണ് മാതാവ് സ്തോത്രഗീതത്തിൽ പറഞ്ഞത്. അഹങ്കാരം എന്നും അപകടമാണ്. ഒരിക്കലും അഹങ്കരിക്കരുത്. കെട്ടിയവന് പ്രശ്നം വരും, മക്കൾക്ക് ഗതി പിടിക്കുകയില്ല, കുടുംബം തകർന്നു പോകും ഒരമ്മയുടെ അഹംഭാവം മൂലം. അച്ഛൻ അറിയാനുള്ള ആകാംക്ഷ ചോദിച്ചു, മോള് എന്തിൻ്റെ പേരിലാണ് അഹങ്കരിച്ചത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അച്ഛോ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിലാണ് ഞാൻ അഹങ്കരിച്ചത്. അച്ഛൻ പറഞ്ഞു, മോള് ധൈര്യമായിട്ട് പോകൂ, തെറ്റിദ്ധാരണ ഒരിക്കലും പാപമല്ല, നമുക്ക് എഴുന്നേറ്റ് പോകാം. അഹംഭാവം പല വിധത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാം. നീ എത്രത്തോളം ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക. എളിമപ്പെട്ട് വിനയപ്പെട്ട് അഹംഭാവത്തെ അതിജീവിക്കണം. എത്ര തെറ്റ് പറ്റിയാലും സ്വയം നീതീകരിക്കരുത്. ഒരു തെറ്റ് പറ്റിയിട്ട് അവൻ അങ്ങനെയല്ലേ, മെത്രാൻ ഇങ്ങനെയല്ലേ, അച്ഛൻ അങ്ങനെയല്ലേ, പിന്നെ ഞാൻ ഇങ്ങനെയായാലും എന്താ? അതാണ് സ്വയനീതീകരണം. സ്വയനീതീകരണം ഒരിക്കലും വരുത്. അഹംഭാവത്തെയും സ്വയനീതീകരണത്തെയും യേശു പുച്ഛിക്കുകയാണ് യോഹന്നാൻ സ്നാപകൻ്റെ പ്രബോധനത്തിലൂടെ. 2, താഴ്വരകൾ നിരത്തണം. കുന്നും മലയും നികത്തണം, നിരത്തണം, താഴ്വര നികത്തണം. എന്താണ് താഴ്വര? ബൈബിൾ താഴ്വര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപാവസ്ഥയാണ്. മനുഷ്യാത്മാവിൻ്റെ പാപാവസ്ഥയാണ് ബൈബിൾ താഴ്വര എന്ന് പറയുക. പാപത്തിൻ്റെ താഴ്വരകൾ പരസ്നേഹ പ്രവൃത്തികളാൽ, പുണ്യപ്രവൃത്തികളാൽ, ദാനധർമ്മങ്ങളാൽ, തപശ്ചര്യാദികളാൽ ആ താഴ്വര നികത്തണം. കർത്താവെ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. വീട് കിടക്കുന്ന മനുഷ്യാത്മാവിൻ്റെ പാപാവസ്ഥയാണത്. ഇപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള തിന്മയുടെ മേഖലകളെ നമ്മൾ നികത്തണം. 3, വളഞ്ഞ വഴികൾ നേരെയാകണം. നേരെ വാ, നേരെ പോ. നമ്മളോട് സംസാരിക്കുന്നവർക്ക് ബോധ്യം വരണം, ഇവൻ കറക്റ്റാ, ഇവൾ കറക്റ്റാ. പുറത്ത് ചിരിച്ചിട്ട് അകത്ത് പല്ലുതിരുമെന്ന ക്യാരക്ടർ അരുത്. പുറത്ത് പത്തി അകത്ത് കത്തി, അതൊരിക്കലും വരുത്. ഉള്ളിലെ സ്വഭാവം പുറത്തും കാണിക്കണം. നമ്മുടെ സംസാരം അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. ഇതിനാണ് പറയുന്ന വാക്ക് വളഞ്ഞ വഴികൾ നേരെയാകണം. വളഞ്ഞ കാശിടപാടുകൾ, വളഞ്ഞ കത്തിടപാടുകൾ, വളഞ്ഞ ഫോൺ വിളികൾ, വളഞ്ഞ സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാം ഉപേക്ഷിക്കുന്നു. വളഞ്ഞ വഴികൾ നേരെയാകണം. 4, പരിവരുത്തത് മൃദുവാക്കപ്പെടണം. മകളുടെയൊക്കെ ഒരു പരാതി ഇതാണ്, അപ്പൻ നല്ലയാളാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പ്രാവും, ചുമ്മാ ശപിക്കും, ഗുണം പിടിക്കുകയില്ല, മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, നിന്റെ മക്കളെ കൊണ്ട് അനുഭവിക്കുകയില്ല. ഇത് കൂടി വാക്ക് പറയും. മക്കൾ പറയും നല്ല അപ്പനാ, കഷ്ടപ്പെട്ട ആളുവാ, അപ്പനിങ്ങനെ പ്രാകുന്ന വാക്ക് പറയാച്ചാൽ അങ്ങനെ ആ സ്വഭാവമായിപ്പോയി, അതൊന്ന് മാറ്റിയാൽ കൊള്ളാം. അപ്പം ഞാൻ പറഞ്ഞു, വർത്താനം പറഞ്ഞുകൂടി ചോദിച്ചു, മക്കള് ഞാൻ പ്രാവുമെന്ന് വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. പിന്നെ അല്പം ഒക്കെ ഇങ്ങനെ ചില കടുപ്പമുള്ള വാക്കൊക്കെ പറയുമെന്ന് പറഞ്ഞു. എന്നാലും പ്രാവെന്ന് പറഞ്ഞില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ കുഞ്ഞായിട്ടൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി. എൻ്റെ അച്ഛ, ഒരപ്പന് സ്വന്തം മക്കളെ പ്രാകാൻ പറ്റൂ? എൻ്റെ ചോരയുടെ ചോരയല്ലേ മക്കൾ, അവരെ പ്രാകാന്ന് പറയുന്നത് എന്നെ തന്നെ പ്രാകുന്ന പോലെ അല്ലേ അച്ഛ? ഒരിക്കലും പ്രാകാത്ത എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നവന്മാർ മുടിഞ്ഞു പോവുകയുള്ളൂ. ഇതാണ് വാക്കെന്ന് പറയുക. പരിക്കൻ പെരുമാറ്റങ്ങൾ, പരുഷമായ രീതികൾ, പരിവരുത്തവ മൃദുവാക്കപ്പെടണം. ഇത്രയും ചെയ്യുമ്പോൾ ഫൈനൽ സ്റ്റേജിലെത്തും. കർത്താവിന് സ്വീകാര്യമായ മത്സരം അവിടുന്ന് പ്രഖ്യാപിക്കും. ഈ ചിന്തകൾ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം.